നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്കോപ്പുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫിഗർ 1.6 നോക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിലൊരുപാട് സ്ക്രീനുകൾ കാണുന്നുണ്ട്, മോണിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. The history of the microscope is the best evidence showing how science enables the development of technology and how technology enables the development of science. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം, അതായത് സയൻസ് എന്ത് ചെയ്തു, ടെക്നോളജിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ടെക്നോളജി തിരിച്ചെന്ത് ചെയ്തു, ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും സഹായകമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Okay, it would be very interesting to collect information and pictures of various microscopes from the simple microscope that helped Robert Hooke to observe tiny chambers of life to the advanced microscope that enabled us to understand the secrets of life within those tiny chambers. Okay, അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ എന്താണ് നിരീക്ഷിച്ചത്, കോർക്കിൻ്റെ സെല്ലുകളെ നിരീക്ഷിച്ച റോബർട്ട് ഹൂക്ക് യൂസ് ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പ് തുടങ്ങി ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ജൈവ കണങ്ങളെ പോലും കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വരെയുള്ള മൈക്രോസ്കോപ്പുകളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം മൈക്രോസ്കോപ്പുകളുടെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാനാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനും കൂടി പറയുന്നുണ്ട്. മലയാളം നോക്കാം. ശാസ്ത്രം സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കും തിരിച്ച് സാങ്കേതികവിദ്യ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും സഹായകമാവുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മൈക്രോസ്കോപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ജീവൻ്റെ കുഞ്ഞറകളെ നിരീക്ഷിക്കാൻ ആദ്യമായിട്ട് ആരാ യൂസ് ചെയ്തത്, നമ്മുടെ റോബർട്ട് ഹൂക്കിനെ സഹായിച്ച ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് മുതൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കിയിട്ടുള്ള നൂതന മൈക്രോസ്കോപ്പുകൾ വരെയുള്ള ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്നത് ഏറെ കൗതുകകരമായിരിക്കും. എല്ലാ കൂട്ടുകാരും ശേഖരിക്കുന്നവ ഉൾപ്പെടുത്തി ഒരു പ്രദർശനം സംഘടിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മൈക്രോസ്കോപ്പുകൾ, ഏറ്റവും ആദ്യത്തെ മൈക്രോസ്കോപ്പ് മുതൽ ഉള്ള മൈക്രോസ്കോപ്പുകളുടെ പിക്ചേഴ്സൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ പോലെ കണ്ടക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കാം. ന്യൂക്ലിയസ്, ദ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ. അടുത്ത ന്യൂക്ലിയസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, അങ്ങനെ 3 ഭാഗങ്ങളാണ് സാധാരണഗതിയിൽ ഒരു സെല്ലിനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സെല്ലിലത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഫാമിലിയിലത്തെ, നമ്മുടെ കുടുംബത്തിലത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ചിലപ്പോൾ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു സെല്ലിൻ്റെ കേസ് പറയുന്ന സമയത്ത് അതിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ കേന്ദ്രമാണ്. കോശകേന്ദ്രം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. നമ്മൾ പഠിച്ചിരുന്നു, കോശകേന്ദ്രം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. Isn't it necessary to control and coordinate innumerable life activities in the cells? അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ, അതായത് കോശത്തിനുള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇതിനൊക്കെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം, ഒരേപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വേരിയസ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽ പ്ലേ എ മേജർ റോൾ ഇൻ റെഗുലേറ്റിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ദ സെൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ലിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരുപാട് തരത്തിലുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടീൻസാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്, സിന്തസിസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷനാണ് കേട്ടോ, ഉൽപ്പാദനം എന്നുള്ളതാണ്. ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ജീൻസ് ഇൻ ദി ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഇൻ ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ട് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗമാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത്. അതായത് പ്രോട്ടീൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് ഒരു കോശത്തിനുള്ളിലെ ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്ന ഭാഗത്തിലെ ചില ഭാഗങ്ങളാണ്. അതായത് ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ജീനുകളാണ് കേട്ടോ, ജീൻസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ജീനുകൾ, ജീൻ തെറാപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജീനുകളാണ് നമ്മുടെ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന്, അതായത് പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്. ഹെൻസ് ദ ന്യൂക്ലിയസ് ഈസ് കൺസിഡേർഡ് ആസ് ദി റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഒരു റെഗുലേറ്ററി സെൻറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു കേന്ദ്രമായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് മലയാളം നോക്കാം. മർമ്മം, ന്യൂക്ലിയസ് എന്നുള്ളതിൻ്റെ മലയാളമാണ് മർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മർമ്മം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഒരു സെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. അത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് എന്നാണ് പറയുന്നത്.
കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അതായത് കോശത്തിനുള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഇതൊക്കെ കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യണം. അതാണ് ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ തന്മാത്രകൾക്ക് പങ്കുണ്ട്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായിട്ട് പറയപ്പെടുന്നത്. ഇനി നമ്മൾ പറയുന്നത് ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ മർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എല്ലാ സാധനത്തിനും പ്രത്യേകം ഭാഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു സെല്ലിന് മെയിനായിട്ടുള്ള 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സെൽ മെംബ്രെയിൻ ഉണ്ട്, പുറത്ത് കവറിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും വിവിധ ചെറിയ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറിങ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്നതാണെന്ന് അറിയാലോ. സിമ്പിളായിട്ട് നമ്മളത് ബാക്കിയുള്ളത് വായിച്ച് നോക്കാതെ തന്നെ നമുക്കറിയാം ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം. ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ന്യൂക്ലിയസ്. എന്താണ്? ഡബിൾ ലെയേർഡ് ആണ്. ഡബിൾ ലെയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാളികളുള്ള അല്ലെങ്കിൽ 2 ലെയേഴ്സ് ഉള്ള ഒരു മെംബ്രെയിനാണ്, അല്ലെങ്കിൽ ഒരു പുറത്തത്തെ കവറിങ് ആണ് നമ്മുടെ ന്യൂക്ലിയസിന് ഉള്ളത് എന്ന് പറയാം. അടുത്തത് നോക്കിയാൽ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഹോൾസിനെയാണ്, അല്ലെങ്കിൽ കുഞ്ഞു സുഷിരങ്ങളെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത നോക്കാം. ന്യൂക്ലിയർ പോഴ്സ് ആർ പോഴ്സ് ഇൻ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തത്തെ കവറിങ് ആണ്. ആ പുറത്തത്തെ കവറിങ്ങിൽ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ പോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പോഴ്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോൾസിനെ, ഓട്ടകളെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോർ എന്നുള്ളത്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. നോക്കാം. ദേ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ടു ആൻഡ് ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിന് ഉള്ളിലേക്ക് ചില ഘടകങ്ങൾ വരണം, അതേപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് കുറച്ച് ഘടകങ്ങൾ പോവുകയും വേണം. ഇതിന് സഹായിക്കുന്നത് ഈ പോഴ്സാണ്. അതായത് ചില പോഷകങ്ങൾ ഇങ്ങോട്ട് വരണം. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടേക്ക് അങ്ങോട്ട് പോവുകയും അതുപോലെ തന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത് ന്യൂക്ലിയർ പോറിലൂടെയാണ്. അല്ലെങ്കിൽ ഇതിനെ പറയാം ഒരു വാതിലാണ്, അല്ലെങ്കിൽ ഒരു ജനലാണെന്നൊക്കെ പറയാം. ഇതിലൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിലുള്ള മറ്റു ഭാഗങ്ങൾ നോക്കാം. എഗെയിൻ ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെല്ലിന് ഒരു കോശത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സെൽ മെംബ്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ടെന്ന് പറഞ്ഞു, അതിന് ഉള്ളിലായിട്ടാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ഓക്കെ, 3 ഘടകങ്ങളാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു കോഴിമുട്ടേനെ വെച്ചിട്ട് നമുക്കിതിനെന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കോഴിമുട്ടയുടെ തൊണ്ടിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? സെൽ മെംബ്രെയിനായിട്ട് കണക്കാക്കാം. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വെള്ളം പോലെയുള്ള ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? സൈറ്റോപ്ലാസം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡ് പോലെയുള്ള കണ്ടൻറ്റിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്തായിരിക്കും? ന്യൂക്ലിയസിനുള്ളിലത്തെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കണ്ടൻറ്റിനെയാണ് എന്ത് പറയുന്നുണ്ടാവുക? ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നുണ്ടാവുക. നോക്കാം. ന്യൂക്ലിയോപ്ലാസം ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് പാർട്ട്. മനസ്സിലായല്ലോ? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിൻ്റെ ഒരു ഇതാണ് പറയുന്നത് ഫ്ലൂയിഡ് എന്നുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡ് പാർട്ടാണ്. ഓക്കെ, സൈറ്റോപ്ലാസം തന്നെയാണ് സെല്ലിൻ്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയോലസ് ആൻഡ് ക്രൊമാറ്റിക് റെറ്റിക്കുലം ആർ സീൻ ഹിയർ. അപ്പോൾ ഈ ഒരു ദ്രാവകം പോലെയുള്ള അല്ലെങ്കിൽ ദ്രവം പോലെയുള്ള സ്ഥലത്ത് 2 കാര്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതാണ് ബാക്കിയുള്ള ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഒരു കാര്യവും, അതുപോലെ തന്നെ ക്രൊമാറ്റിക് റെറ്റിക്കുലം. ക്രൊമാറ്റിക് റെറ്റിക്കുലത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. അവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞു? സിന്തസിസ് ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു. ഓക്കെ, നോക്കാം. അപ്പോൾ അതിലത്തെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂക്ലിയോലസ് എന്താണെന്ന് ആദ്യം പറയാം. ദേ ആർ സ്ഫെറിക്കൽ ബോഡീസ്. എന്താണ്? ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയിലുള്ള ഒരു ഭാഗമാണെന്ന് പറയാം. ഓക്കെ, ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദി സിന്തസിസ് ഓഫ് റൈബോസോം. ഓക്കെ, അതായത് റൈബോസോം നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഇനി ക്രൊമാറ്റിക് റെറ്റിക്കുലം ആണെങ്കിലോ, ദേ ആർ സീൻ ആസ് എ നെറ്റ്വർക്ക് ഇൻ ദി ന്യൂക്ലിയോപ്ലാസം. അപ്പോൾ ന്യൂക്ലിയോപ്ലാസത്തിൽ ഒരു നെറ്റ്വർക്ക് പോലെ, നെറ്റ് എന്ന് വെച്ചാൽ വല,
നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലക്കണ്ണികൾ എന്ന് പറയാം. അപ്പോൾ വലക്കണ്ണികൾ പോലെയാണ്, ആകെ കെട്ടുപിണഞ്ഞിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ഇൻ ദി സൈറ്റോപ്ലാസം ദേ ക്യാരീസ് ജീൻസ്. അപ്പോൾ അതിലാണെന്നുള്ളത് ജീനുകൾ ഉൾക്കൊള്ളുന്നത് എന്തിലാണെന്ന് പറഞ്ഞു? ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ഒന്നുകൂടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഏറ്റവും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂട്ടാ. ഏറ്റവും പുറത്തത്തെ കവറിങ്ങിന് എന്താ പറയുന്നത്? ന്യൂക്ലിയർ മെമ്പറൈൻ. ഓക്കെ, ഇനി അതിനുള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് പറയുന്നതാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദ്രവരൂപത്തിലുള്ള അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്, അതിനെ പറയുന്നതാണ് ന്യൂക്ലിയോപ്ലാസം എന്നുള്ളത്. ന്യൂക്ലിയോപ്ലാസത്തിൽ 2 ഭാഗങ്ങളുണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഉണ്ട്. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നതാണ് റൈബോസോം ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലാണ് എന്തുള്ളത്? ജീനുകൾ അടങ്ങിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മലയാളം കൂടി ഒന്ന് പറയാം. നമ്മൾ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ പറഞ്ഞു പോവാം. ആദ്യം പറയുന്നത് മർമ്മസ്തരമാണ്, അതായത് ന്യൂക്ലിയർ മെമ്പറൈൻ. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള 2 ലെയേഴ്സ് ഉള്ളതാണെന്ന് പറഞ്ഞു. അതാണ് ഇരുപാളികളുള്ള സ്ഥലം, 2 പാളികളുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഇനി മർമ്മരന്ധ്രം എന്നുള്ളതാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. ഓക്കെ, ഇനി പറയുന്നത് മർമ്മദ്രവ്യം എന്നുള്ളതാണ്. മർമ്മത്തിനുള്ളിലെ ദ്രാവകമായിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ ഉള്ളിലാണ് മർമ്മകവും അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത്. ഇനി മർമ്മകം എന്താണ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. റൈബോസോമാണ് ഇത് നിർമ്മിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ക്രൊമാറ്റിൻ ജാലിക. അത് എന്താണ് പ്രത്യേകത പറഞ്ഞത്? മർമ്മദ്രവത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു, ജീനുകളെ ഉൾക്കൊള്ളുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചു ന്യൂക്ലിയസിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ടൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അടുത്ത പറയുന്നത് പ്രോകാരിയോട്ടുകളും അതുപോലെ തന്നെ യൂകാരിയോട്ടുകളെയും കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അത് വായിക്കുന്നതിന് മുന്നേ പ്രോകാരിയോട്ട് എന്താണെന്നും യൂകാരിയോട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത സംഭവത്തിനെയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവജാലങ്ങളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂകാരിയോട്സ് എന്തായിരിക്കും? അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. In the cells of bacteria, cyanobacteria and mycoplasma, no nucleus is seen. These organisms are called prokaryotes. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. ബാക്ടീരിയകളിലും അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ സെല്ലിലും അതുപോലെ തന്നെ സയാനോ ബാക്ടീരിയകളുടെ സെല്ലിലും മൈക്കോപ്ലാസ്മയുടെ സെല്ലിലും ഒന്നും എന്ത് കാണപ്പെടുന്നില്ല? ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ന്യൂക്ലിയസ് കാണപ്പെടാത്ത ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ജീവജാലങ്ങളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ ദ സെൽസ് ഓഫ് അമീബ, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കവേർഡ് ബൈ മെംബ്രെയിൻ ഇസ് സീൻ. അതായത് അമീബ, അതുപോലെ തന്നെ മൃഗങ്ങൾ, മറ്റ് സസ്യങ്ങൾ, ഇവയിലെല്ലാം ന്യൂക്ലിയസ്, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. ഇതിനെന്തുകൂടിയുണ്ട്? ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടുള്ള ഒരു മെംബ്രെയിന് കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ പറയുന്നതാണ് യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂകാരിയോട്ടാണ് എന്ന് മനസ്സിലായല്ലോ. കാരണം മനുഷ്യന്മാരിൽ എന്തുണ്ട്? മനുഷ്യന്മാരുടെ സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, മലയാളം നോക്കാം. പ്രോകാരിയോട്ടുകളും അതുപോലെ തന്നെ യൂകാരിയോട്ടുകളും. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികൾ പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള, അതായത് ഒരു കവറിംഗ് ഉള്ള വ്യക്തമായിട്ടുള്ള മർമ്മം കാണപ്പെടുന്നുണ്ട്. ഇത്തരം ജീവികളിനെയാണ് പറയപ്പെടുന്നത് യൂകാരിയോട്ടുകൾ. ഓക്കെ, പിന്നെ പറയാൻ നോക്കിയാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു പഴം അല്ലെങ്കിൽ ഒരു ആപ്പിളോ മുന്തിരിയോ ഈ സാധനങ്ങളൊക്കെ പഴുക്കുന്ന സമയത്ത് അതിൻ്റെ നിറം മാറും, അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഒരു മാങ്ങയാണെങ്കിൽ പച്ച കളറിലൊരു മാങ്ങ പഴുക്കുന്ന സമയത്ത് മഞ്ഞയാവും, ചിലപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡൊക്കെ വരാം. അതുമാത്രമല്ല നല്ല മധുരം ഉണ്ടാവും. എന്തായിരിക്കും ഇതിന് കാരണം? ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് എന്നുള്ളതാണ് പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് അധിക വായനയ്ക്കായിട്ട് ബയോ മെംബ്രെയിൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ജീവസ്തരങ്ങൾ. അപ്പോൾ ബയോ മെംബ്രെയിൻ എന്താണെന്ന് നമുക്കറിയാലോ. മെംബ്രെയിൻ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 ഇതിലൊക്കെ പോയി കഴിഞ്ഞാലും മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇതൊരു ഔട്ടർ കവറിംഗ് ആണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കോശത്തിന്, ഒരു സെല്ലിന് എന്തുണ്ട്? ഒരു മെംബ്രെയിൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ന്യൂക്ലിയസിന് എന്തുണ്ടെന്ന് പറഞ്ഞു? മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന് മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഓരോ സംഭവത്തിനും, അതായത് കോശത്തിനുള്ളിലത്തെ ഓരോ കോശാംഗത്തിനും അല്ലെങ്കിൽ സെൽ ഓർഗനൽസിനും എന്തുണ്ട്? പ്രത്യേകം കവറിങ്സ് ഉണ്ട്. ആ കവറിങ് ഉള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ
ഈ പറയുന്ന പ്രത്യേകം കോശദ്രവ്യം എല്ലാ കോശാംഗങ്ങളൊക്കെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, പദാർത്ഥ സംവഹനം അല്ലെന്നുണ്ടെങ്കിൽ പദാർത്ഥ വിനിമയം, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളിലേക്ക് എടുക്കുള്ളൂ, അതുപോലെ തന്നെ ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേകത ഓരോ സ്ഥലങ്ങൾക്കുണ്ട്. അത് അത്തരത്തിലുള്ള സ്ഥലങ്ങളെ പറയുന്നതാണ് വരണധാര്യ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതായത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ, അതായത് ഫുള്ള് കടത്തിവിടില്ല, കുറച്ച് മാത്രമേ കടത്തിവിടുള്ളൂ. അടുത്തതായിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൂചകങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്, നോക്കാം. ഓക്കെ, അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് പിന്നീട് പറയുന്നത്. ഓക്കെ, പ്ലാസ്റ്റിഡ്സ് ആർ ദി സെൽ ഓർഗനൽസ് ദാറ്റ് ആർ എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽസ്. ഓക്കെ, പ്ലാന്റ് സെല്ലുകളിൽ മാത്രം അല്ലെങ്കിൽ സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗങ്ങളാണ് എന്തെന്ന് പറയുന്ന പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ദേ ആർ ഓഫ് 3 kinds, നെയിംലി അത് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, യു നോ ദാറ്റ് ഫോട്ടോസിന്തസിസ് ഇസ് പെർഫോംഡ് ബൈ ക്ലോറോപ്ലാസ്റ്റ്. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്കറിയാം. ക്രോമോപ്ലാസ്റ്റ് എന്താണെന്ന് പറയുന്നത്? ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, അതായത് പൂക്കൾക്കും പഴങ്ങൾക്കൊക്കെ കളർ കൊടുക്കുന്ന സംഭവമാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതറിയാലോ, ക്ലോറോപ്ലാസ്റ്റ് അറിയാലോ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നതാണ്. ക്രോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയിലൊക്കെ കാണുന്നതാണ്. ക്രോം എന്നൊക്കെ പറയില്ലേ, ക്രോം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിനൊക്കെയാണ് ക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ക്രോമോപ്ലാസ്റ്റ് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ പൂക്കൾക്ക് അല്ലെങ്കിൽ പഴങ്ങൾക്കൊക്കെ കളർ കൊടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ പറയുന്നു സാന്തോഫിൽ, അതാണ് യെല്ലോ കളറിന് സഹായിക്കുന്നത്. കെരോറ്റിൻ, അതാണ് യെല്ലോയിഷ് ഓറഞ്ച് കളറിന് സഹായിക്കുന്നത്. കെരോറ്റിൻ ക്യാരറ്റിൻ്റെ ഒക്കെ കളർ ഉണ്ടല്ലോ അതിന്. പിന്നെ ആന്തോസയാനിൻ, റെഡ് പർപ്പിള് ആ കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത്. ആർ സെറ്റൻ പിഗ്മെൻറ്റ്സ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് അല്ല, ക്രോമോപ്ലാസ്റ്റ്. ക്രോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വർണ്ണകങ്ങളാണ് കളർ കൊടുക്കുന്നത്. വേരിയസ് റേഞ്ചസ് ഓഫ് ദീസ് പിഗ്മെൻറ്റ്സ് ഇമ്പാർട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ് നമ്മുടെ ഒരു സസ്യശരീരത്തിലെ വിവിധ ഭാഗങ്ങൾക്ക് കളർ കൊടുക്കുന്നത്. ഓക്കെ, ല്യൂക്കോപ്ലാസ്റ്റ് ആർ പ്ലാസ്റ്റിസ് ഹാവിങ് നോ സ്പെസിഫിക് കളർ. പിന്നെ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് പ്രത്യേകിച്ചിട്ട് കളറൊന്നുമില്ല. ഓക്കെ, ല്യൂക്കോപ്ലാസ്റ്റ് ആർ സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ദ സെൽസ് വെർ ഫുഡ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. എവിടെയാണോ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അവിടെയാണ് ല്യൂക്കോപ്ലാസ്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആസ് ഫ്രൂട്ട്സ് റിപ്പൺ, ക്ലോറോപ്ലാസ്റ്റ് change to chromoplast. Starch is converted to sugar. This is the secret behind the change in the color and taste of fruits. അതായത് ഒരു പഴം പഴുക്കുന്ന സമയത്ത്, പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും ആണ് കേട്ടോ. ഫ്രൂട്ട്സ് പഴുക്കുന്ന സമയത്ത് ഓക്കെ, ഫ്രൂട്ട്സ് പഴുക്കുന്ന സമയത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടല്ലോ, അതെന്തായിട്ട് മാറും? ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ മാറും. ഇനി സ്റ്റാർച്ച് ഉണ്ടല്ലോ, സ്റ്റാർച്ച് എന്തായിട്ട് മാറും? ഷുഗറായിട്ട് മാറും. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ മധുരം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ടേസ്റ്റും അതുപോലെ തന്നെ ഈ കളറൊക്കെ ചേഞ്ച് ആവാനായിട്ടുള്ള കാര്യം. നമ്മൾ മലയാളത്തിൽ കൂടി ഒന്ന് പറയാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ. ജൈവകണങ്ങൾ 3 തരമുണ്ട്, നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ക്രോമോപ്ലാസ്റ്റ്, രണ്ടാമത്തത് ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ ല്യൂക്കോപ്ലാസ്റ്റ്. മറ്റേ ഓർഡർ വ്യത്യാസം ഉണ്ട്, അതൊന്നും കാര്യങ്ങളല്ല. നമ്മൾ മനസ്സിലാക്കുക 3 കാര്യങ്ങളാണ്. ക്രോമോ എന്ന് പറഞ്ഞതാണ് കളേഴ്സിന് സഹായിക്കുന്നതാണ്. ക്ലോറോ തൊട്ടാണ് ഹരിതഗണമാണ്. പിന്നെ ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നർത്ഥട്ടോ. അപ്പോൾ അതിനർത്ഥം തൊട്ടാ വെളുത്തതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, എഗെയിൻ ഒരു കാര്യം കൂടി ചോദിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റ് എവിടെയാണ് കാണുന്നത് പറഞ്ഞു? ഫുഡ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെയാണ് നമ്മുടെ ല്യൂക്കോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം ഹരിത കണങ്ങളിലാണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. വർണ്ണകണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ക്രോമോപ്ലാസ്റ്റ്. ഓക്കെ ആണല്ലോ. വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങളാണ് സാന്തോഫിൽ, അത് മഞ്ഞ നിറം കൊടുക്കുന്നു. കെരോറ്റിൻ മഞ്ഞ കലർന്നിട്ടുള്ള ഓറഞ്ച് നിറം കൊടുക്കുന്നു. ആന്തോസയാനിൻ എന്ന് പറയുന്നത് ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ കൊടുക്കുന്നു. അതൊക്കെ പറഞ്ഞു. ഇവയുടെ ഏറ്റക്കുറച്ചിലാണ്. അപ്പോൾ ഇത് ചിലയിടത്ത് കൂടുതലുണ്ടാവും, ചിലയിടത്ത് കുറവുണ്ടായിരിക്കും. ഇതുകൊണ്ടാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ഇത് ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് എവിടെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു? ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ അതെന്താണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്തായിട്ട് മാറും, ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു, അതായത് വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അന്നജം എന്ന് പറയുന്നത് പഞ്ചസാരയായിട്ട് മാറുന്നു. അന്നജം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് അന്നജം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഷുഗറായിട്ട് മാറുന്നു. പിന്നെന്താ പറഞ്ഞു, ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചി മാറ്റത്തിനും പിന്നിലെ രഹസ്യം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറയാം. അതായത് നമ്മൾ ഒരു പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത്, ഒരു സസ്യത്തിനുള്ളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചെടികൾ എന്താ ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ഭക്ഷണത്തിൻ്റെ പേര്, ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ പേരെന്താണ്, ഗ്ലൂക്കോസ് എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ, നമ്മളൊക്കെ ഗ്ലൂക്കോസ് കഴിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താവും, അലിഞ്ഞു പോവും. അതേപോലെ തന്നെ നമ്മുടെ സസ്യത്തിൻ്റെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അധിക നേരം വെച്ചിരിക്കാൻ പറ്റില്ല. കാരണം സസ്യത്തിൽ നിറയെ വെള്ളം ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ ലയിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും, ഈ ഗ്ലൂക്കോസിനെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് അലിഞ്ഞു പോവാത്ത സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഈ സ്റ്റാർച്ചാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ഗ്ലൂക്കോസായിട്ട് മാറുന്നത്. ഓക്കെ, എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ പിന്നീട് ഇതൊക്കെ പഠിക്കുന്നുണ്ട് എങ്കിൽ കൂടിയിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് സസ്യങ്ങളുടെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ കോശത്തിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജന്തുകോശത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ സസ്യകോശത്തിലെ കാര്യങ്ങളാണ് കേട്ടോ. ഇനി ജന്തുകോശത്തിലെ കാര്യങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത നോക്കി എന്തൊക്കെയുണ്ട് അതിൽ, സെൻട്രോസോം, റൈബോസോം, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം. കുറേ കാര്യങ്ങളൊക്കെ സെയിം, പ്ലാന്റ് സെൽസിലത്തെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, ആദ്യമായിട്ട് സെൻട്രോസോമാണ് പറയുന്നത്. സെൻട്രോസോം ഈസ് ദ സെൽ ഓർഗനൽ ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽസ്. സെൻട്രോസോം എന്ന് പറയുന്നത് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് സെൻട്രോസോം എന്ന് പറയുന്നത്. ദി സെൻട്രിയോൾസ് ദാറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ സെൽ ഡിവിഷൻ ആർ സീൻ ഇൻ ദി സെൻട്രോസോം. അതായത് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അതായത് കോശവിഭജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കോശവിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്നത് ഈ പറയുന്ന സെൻട്രോസോമിലുള്ള സെൻട്രിയോളുകളാണ്. അടുത്ത് പറയുന്നത് ലൈസോസം ആണ്. ലൈസോസം എന്താണെന്നുള്ളത് പറയാം. ഇതിലൊരു ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്. ഓക്കെ, ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ സബ്സ്റ്റൻസസ് എൻറ്ററിങ് ദ സെൽ. ഇറ്റ് ഈസ് സീൻ ഇൻ ആനിമൽ സെൽസ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊന്ന് പറയാം. ലൈസോസം കാണപ്പെടുന്നത് എവിടെയാണെന്ന് പറയാം ആദ്യം. ഓക്കെ, നമ്മുടെ കണ്ണുനീരിൽ എന്തുണ്ട്, നമ്മുടെ ലൈസോസോം ഉണ്ട്. അതുപോലെ തന്നെ ഉമിനീരിൽ, വായിലുള്ള ഉമിനീരിൽ ഈ സംഭവമുണ്ട്. അപ്പോൾ എന്തിനാണ് ലൈസോസോം എന്ന് പറയുന്നത്, നമുക്കറിയാൻ പറ്റും. നമ്മൾ കണ്ണ് എപ്പോഴും തുറന്നിരിക്കുന്നൊരു ഭാഗമല്ലേ. അപ്പോൾ ഈ കണ്ണിലേക്ക് ബാക്ടീരിയാസും അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ കടക്കാനായിട്ടുള്ള, സൂക്ഷ്മജീവികളൊക്കെ കടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ലൈസോസോം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നശിപ്പിക്കും. ഈ പറയുന്ന ബാക്ടീരിയ ഒക്കെ കണ്ണിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നശിച്ചു പോവും. ഇനിയിപ്പോൾ കണ്ണിൽ ലൈസോസോം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, നമ്മുടെ കണ്ണിൽ ബാക്ടീരിയകളൊക്കെ കടന്നിട്ട് നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ വായിലും ഉണ്ട് ലൈസോസോം എന്ന് പറയുന്നത്. അതെന്തിനാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്ടീരിയക്കുള്ള ഭക്ഷണവും കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ വായിലെ ഉമിനീരിലുള്ള ലൈസോസോം എന്ത് ചെയ്യും, ഈ പറയുന്ന ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ച് കളയും. മനസ്സിലായല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ, അതായത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്കിത് ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ യൂക്കാരിയോട്ടുകളും പ്രോകാരിയോട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നോക്കുക, എന്തൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക. അപ്പോൾ ഈ പറയുന്ന സൂക്ഷ്മജീവികളൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ട് ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങളേക്കാൾ കൂടുതൽ എന്താണുള്ളത്, സിമിലാരിറ്റിയാണ്, അല്ലെങ്കിൽ ഒരേപോലെയുള്ളതാണ് കൂടുതലായിട്ട്. നമ്മൾ നേരത്തെ നോക്കിയിരുന്നു ആനിമൽ സെല്ലും അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലൊക്കെ നോക്കിയ സമയത്ത് കുറേയൊക്കെ സെയിം തന്നെയാണ്. ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് എന്തുള്ളൂ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതിനർത്ഥം എന്താണ്, നമ്മളൊക്കെ ഒരു പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അതുമാത്രമല്ല 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ക്ലാസ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9746
421 402. Okay, so thank you so much.